ഹായ് ഫ്രണ്ട്സ്, ഞാൻ രാജ്കുമാർ പ്രശാന്തി. ഇന്ന് ഇംഗ്ലീഷ് ഗ്രാമർ ക്ലാസ് 13 ക്ലാസ് നമ്മൾ കഴിഞ്ഞു. ഇന്ന് 14ാമത്തെ ക്ലാസ്. ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് സർക്കാർ കത്തിടപാടുകളിൽ വരുന്ന ചില തെറ്റുകളാണ്. ഈ 2-3 ദിവസത്തെ ക്ലാസ്സുകളിൽ നമുക്കത് പഠിക്കാമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ ടെൻസസിലൊക്കെ വരുന്ന തെറ്റുകൾ വരുമ്പോൾ സംഗതി ചിലപ്പോൾ തിരിഞ്ഞു പോകും, ഉദ്ദേശിച്ച അർത്ഥം മാറിപ്പോവും. ഞാൻ കൊടുത്തു എന്നുള്ളത് എനിക്ക് കിട്ടിയെന്നൊക്കെ ആയിപ്പോവും ഗ്രാമർ തെറ്റിയ. അതായത് ഇപ്പം നമ്മൾ ഹൈക്കോടതിയിലൊക്കെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫാക്ട്സും അഫിഡവിറ്റും ഒക്കെ കൊടുക്കുമ്പോൾ കറക്റ്റായിട്ട് പറഞ്ഞില്ലെങ്കിൽ സംഗതി തിരിച്ചു പോകും. ചീഫ് എഞ്ചിനീയർ ഒരാൾക്കൊരു ലെറ്റർ കൊടുത്തു അല്ലെങ്കിൽ നോട്ടീസ് കൊടുത്തു എന്ന് പറഞ്ഞത് ചീഫ് എഞ്ചിനീയർക്ക് നോട്ടീസ് കിട്ടിയെന്നായി പോകും. ഒരു വാക്കൊക്കെ കയറി തെറ്റി വന്നാൽ. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ വന്ന് നമ്മൾ തിരുത്താറുണ്ട്. അതിനെക്കുറിച്ചൊക്കെ ഒന്ന് പറയാമെന്ന് വിചാരിച്ചാണ് ഇന്നത്തെ ക്ലാസ്. ദയവായി ബോർഡ് ശ്രദ്ധിക്കുക. ബോർഡ് ശ്രദ്ധിക്കൂ. ദ ചീഫ് എഞ്ചിനീയർ ഹാസ് ബീൻ ഇഷ്യൂഡ് എ നോട്ടീസ്. ഒരു ക്ലാർക്ക് എഴുതി വന്നതാണ്, ഡ്രാഫ്റ്റ് എഴുതി വന്നതാണ്, അല്ലെങ്കിൽ നോട്ട് എഴുതി വന്നതാണ്. അദ്ദേഹം ഉദ്ദേശിച്ചിരുന്നത് ചീഫ് എഞ്ചിനീയർ ഒരു കോൺട്രാക്ടർ അല്ലെങ്കിൽ വേറെ തേർഡ് പാർട്ടിക്ക് നോട്ടീസ് ഇഷ്യൂ ചെയ്തു എന്നാണ്. ചീഫ് എഞ്ചിനീയർ കോൺട്രാക്ടർക്ക് ഒരു നോട്ടീസ് ഇഷ്യൂ ചെയ്തു എന്നാണ് ആ ക്ലാർക്ക് അല്ലെങ്കിൽ ആ ഓഫീസർ ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ അദ്ദേഹം എഴുതി വന്നപ്പോൾ ദ ചീഫ് എഞ്ചിനീയർ ഹാസ് ബീൻ ഇഷ്യൂഡ് എ നോട്ടീസ് എന്നായി. ഇത് ശരിക്കും പറഞ്ഞാൽ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൻ്റെ പാസീവ് വോയിസ് ആണ്. ചീഫ് എഞ്ചിനീയർ ഹാസ് ബീൻ ഇഷ്യൂഡ് എ നോട്ടീസ്, പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് നമ്മൾ പഠിച്ച ടെൻസിൻ്റെ പാസീവ് വോയിസ് ആണ്. ഇതിൻ്റെ അർത്ഥം വരുന്നത് ചീഫ് എഞ്ചിനീയർക്ക് ആരോ അല്ലെങ്കിൽ കോൺട്രാക്ടർ നോട്ടീസ് ഇഷ്യൂ ചെയ്തു. ഇതാണ് കോടതിയിൽ നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫാക്ട്സിൻ്റെ കൂടെ കൊടുത്താൽ അർത്ഥം മാറിപ്പോയില്ലേ. അപ്പോൾ കോടതി ചോദിക്കും, നിങ്ങൾ നോട്ടീസ് കൊടുത്തില്ല, നിങ്ങൾക്കാണ് നോട്ടീസ് തന്നതല്ലേ, കോൺട്രാക്ടർക്ക് നിങ്ങൾക്ക് നോട്ടീസ് തന്നെന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്. അല്ല, ഞങ്ങൾ അങ്ങോട്ടാണ് കൊടുത്തത്. ഈ ബീൻ കയറി വന്നതുകൊണ്ട് സംഗതി തലകുത്തനായതുകൊണ്ടാണ്, തല തിരിഞ്ഞുപോയി. ഇവിടെ ഒരു ബീൻ ആവശ്യമില്ലാതെ വന്നത് കാരണം ഉദ്ദേശിച്ച അർത്ഥം മാറിപ്പോയി. ശരിക്കും പറയേണ്ടിയിരുന്നത് ദ ചീഫ് എഞ്ചിനീയർ ഹാസ് ഇഷ്യൂഡ് എ നോട്ടീസ് എങ്കിൽ കറക്റ്റ് ആവും. ചീഫ് എഞ്ചിനീയർ നോട്ടീസ് ഇഷ്യൂ ചെയ്തു. ആർക്ക്? കോൺട്രാക്ടർക്ക്. അത് താഴേക്കാണ് കോൺട്രാക്ടർക്ക്. അതാണ് നമുക്ക് കറക്റ്റായിട്ട് എഴുതുന്നത്. ദ ചീഫ് എഞ്ചിനീയർ ഹാസ് ഇഷ്യൂഡ് എ നോട്ടീസ് ടു ദ കോൺട്രാക്ടർ. പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൻ്റെ ആക്റ്റീവ് വോയിസ് ആണ്. ഇവിടെ അത് വെറുതെ പാസീവ് ആക്കിയത് കൊണ്ടാണ് തലകുത്തനായിപ്പോയി. ഈ സെൻറ്റൻസ് പറയേണ്ടിയിരുന്നത് ദ ചീഫ് എഞ്ചിനീയർ ഹാസ് ഇഷ്യൂഡ് എ നോട്ടീസ് ടു ദ കോൺട്രാക്ടർ, പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൻ്റെ ആക്റ്റീവ് വോയിസ്. അദ്ദേഹം അത് പാസീവ് ആക്കി പറഞ്ഞു. ദ ചീഫ് എഞ്ചിനീയർ ഹാസ് ബീൻ ഇഷ്യൂഡ് എ നോട്ടീസ്. സംഗതി വിപരീതമായി. ചീഫ് എഞ്ചിനീയർ കോൺട്രാക്ടർക്കല്ല നോട്ടീസ് കൊടുത്തത്, ഇവിടെ കോൺട്രാക്ടർ ചീഫ് എഞ്ചിനീയർക്ക് നോട്ടീസ് കൊടുത്തെന്നായിപ്പോയി. അത് വലിയ തെറ്റാണ്. അത് വേണമെങ്കിൽ പാസീവ് വോയിസിൽ പറയാം. എങ്ങനെ? ദ കോൺട്രാക്ടർ ഹാസ് ബീൻ ഇഷ്യൂഡ് എ നോട്ടീസ് ബൈ ദ ചീഫ് എഞ്ചിനീയർ. കണ്ടോ? ദ ചീഫ് എഞ്ചിനീയർ ഹാസ് ഇഷ്യൂഡ് എ നോട്ടീസ് ടു ദ കോൺട്രാക്ടർ, ദ കോൺട്രാക്ടർ ഹാസ് ബീൻ ഇഷ്യൂഡ് എ നോട്ടീസ് ബൈ ദ ചീഫ് എഞ്ചിനീയർ. കറക്റ്റായി. ഇത് രണ്ടും കറക്റ്റാണ്. ഇവിടെ തെറ്റി, അർത്ഥം തിരിഞ്ഞുപോയി. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഈ ആക്റ്റീവ് വോയിസ്, ഇവിടെ പാസീവ് വോയിസ് ദ കോൺട്രാക്ടർ ഹാസ് ബീൻ ഇഷ്യൂഡ് എ നോട്ടീസ് ബൈ ദ ചീഫ് എഞ്ചിനീയർ. ഇവിടെ ആക്റ്റീവ് വരുമ്പോൾ ദ ചീഫ് എഞ്ചിനീയർ ഹാസ് ഇഷ്യൂഡ്. ഇവിടെ ബീൻ വന്നു, ഇവിടെ ബീൻ ഇല്ല. ഇവിടെ ആക്റ്റീവാണ്, ഇവിടെ പാസീവ് വോയിസ് വേണം. ഇവിടെ ആവശ്യമില്ലാതെ പാസീവ് വോയിസ് ഉപയോഗിച്ചാണ് കുഴപ്പം. ഈ ബീന് അദ്ദേഹം വിചാരിച്ചു ബീൻ എന്നൊക്കെ എഴുതി ചേർക്കുമ്പോൾ കുറച്ചുകൂടെ വെയിറ്റ് വരും എന്നൊക്കെ ധരിച്ച് ചിലരെ എഴുതി ചേർത്തുകളെ. ബീയിങ്ങൊക്കെ ചുമ്മാ എഴുതും. ഒരു ബീൻ ഇരിക്കട്ടെന്ന് വയ്ക്കും. ദ ചീഫ് എഞ്ചിനീയർ ഹാസ് ഇഷ്യൂഡ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ വെയിറ്റ് ആയിരിക്കും. ചീഫ് എഞ്ചിനീയർ ഹാസ് ബീൻ ഇഷ്യൂഡ് എ നോട്ടീസ് എന്ന് പറയുമ്പോൾ കോൺട്രാക്ടർക്ക് നോട്ടീസ് കൊടുത്തു എന്നൊക്കെ വരുമെന്ന് വിചാരിച്ച് എഴുതുന്നതാണ്. അത് അവിടെ ആ തെറ്റ് വന്നതാണ്. അത് ഒന്നുകിൽ ഇങ്ങനെ പറയണം, ഹാസ് ഇഷ്യൂഡ് എ നോട്ടീസ്, അല്ലെങ്കിൽ കോൺട്രാക്ടർ ഹാസ് ബീൻ ഇഷ്യൂഡ് എ നോട്ടീസ്. ചീഫ് എഞ്ചിനീയർ ഹാസ് ഇഷ്യൂഡ് എ നോട്ടീസ്, അല്ലെങ്കിൽ കോൺട്രാക്ടർ ഹാസ് ബീൻ ഇഷ്യൂഡ് എ നോട്ടീസ്. അതാണ് കറക്റ്റ് ഇംഗ്ലീഷ്. ഇവിടെ ഞാൻ എടുത്ത് പറയാൻ കാരണം ഇത് അർത്ഥം മാറിപ്പോകും. ഇത് നമ്മൾ ഉദ്ദേശിച്ച അർത്ഥമൊക്കെ മാറിയിട്ട് നിയമം നമുക്കെതിരായി പോകും. കോടതിയിലൊക്കെ ചെല്ലുമ്പോൾ തിരിഞ്ഞു പോകും. നമുക്കല്ലേ നോട്ടീസ് തന്നേക്കുന്നത്. ഇതെവിടെ നോക്കിയോ? ഇത് സർക്കാർ കത്തിടപാടിലുള്ള വരുന്നതല്ല, പേപ്പറിൽ വരുന്നതാണ്. ഹിന്ദുവിൽ വന്ന വാർത്തയാണ്. കോവിഡ് പ്രോട്ടോകോൾ വിൽ അപ്ലൈ ടു ഓണം സെലിബ്രേഷൻസ്. ഇതൊരു ഫ്യൂച്ചർ ടെൻസിലുള്ള ഒരു സെൻറ്റൻസാണ്. നമ്മൾ ഉദ്ദേശിച്ചിരുന്നത് കോവിഡ് പ്രോട്ടോകോൾ ഓണ ആഘോഷങ്ങൾക്ക് ബാധകമാക്കും. കോവിഡ് പ്രോട്ടോകോൾ ഓണം ആഘോഷത്തിന് ബാധകമാക്കും. അത് ഇംഗ്ലീഷ് പേപ്പറിൽ വരുമ്പോൾ ദ കോവിഡ് പ്രോട്ടോകോൾ വിൽ അപ്ലൈ ടു ഓണം സെലിബ്രേഷൻ ഇങ്ങനെ പറയുമ്പോൾ പേപ്പറിലാണെങ്കിൽ കുഴപ്പമില്ല, ഇംഗ്ലീഷ് പേപ്പറിൽ. അതൊന്നും സർക്കാർ ഒരു ക്ലർക്കോ ഒരു ഓഫീസറോ എഴുതുകയാണെങ്കിൽ തെറ്റാണ്. സർക്കാർ ഫയലിൽ ഇങ്ങനെ എഴുതിയാൽ കോവിഡ് പ്രോട്ടോകോൾ വിൽ അപ്ലൈ ടു ഓണം സെലിബ്രേഷൻ എന്ന് പറഞ്ഞാൽ നോ മീനിങ്. ആ സെൻറ്റൻസിന് അർത്ഥമേ ഇല്ല. ഇവിടെയൊക്കെ ഈ സെൻറ്റൻസിനൊക്കെ അർത്ഥമുണ്ട്, തലകുത്തനായിപ്പോയെന്നേ ഉള്ളൂ, അർത്ഥം തിരിഞ്ഞു പോയെന്നുള്ളൂ. പക്ഷേ ഈ സെൻറ്റൻസിന് അർത്ഥമില്ല. എന്തുകൊണ്ടെന്നറിയാമോ? കോവിഡ് പ്രോട്ടോകോൾ വിൽ അപ്ലൈ ടു ഓണം സെലിബ്രേഷൻ എന്ന് പറഞ്ഞാൽ കോവിഡ് പ്രോട്ടോകോൾ ഒരു ജീവനുള്ള സാധനമാണ്, അതെന്തോന്ന് അപ്ലൈ ചെയ്യും എന്നുള്ള അർത്ഥമായിപ്പോൾ.
കോവിഡ് പ്രോട്ടോകോൾ എന്ന് പറയുന്ന ഒരു സാധനത്തിന് കാലും കൈക്കുള്ള ജീവനുള്ള സാധനമാണ്. അത് ഓണേഴ്സ് റെഗുലേഷനിൽ എന്തോ അപ്ലൈ ചെയ്യുന്നു. കോവിഡ് പ്രോട്ടോകോൾ ഒരു ജീവനില്ലാത്ത സാധനമില്ല, അതിനൊന്നും അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പറയേണ്ടത് എങ്ങനെയാണ്? കോവിഡ് പ്രോട്ടോകോൾ വിൽ ബി അപ്ലൈഡ് ടു ഓണം സെലിബ്രേഷൻസ്. കോവിഡ് പ്രോട്ടോകോൾ വിൽ ബി അപ്ലൈഡ് ടു ഓണം സെലിബ്രേഷൻ. ഓണം സെലിബ്രേഷന് കോവിഡ് പ്രോട്ടോകോൾ ബാധകമാക്കപ്പെടും. ഇവിടെ കോവിഡ് പ്രോട്ടോകോൾ വിൽ അപ്ലൈ ടു എന്ന് പറഞ്ഞാൽ നോ മീനിങ്ലെസ് ടെൻസാണ്. ഒന്നും അർത്ഥമില്ല. കോവിഡ് പ്രോട്ടോകോളിന് അങ്ങനെ അപ്ലൈ ചെയ്യാൻ നോക്കില്ല, അത് ജീവനില്ലാത്ത ഒരു സാധനമാണ്. കോവിഡ് പ്രോട്ടോകോൾ വിൽ ബി അപ്ലൈ ടു ഓണം സെലിബ്രേഷൻ. അല്ലെങ്കിൽ ഗവൺമെൻറ് വിൽ അപ്ലൈ കോവിഡ് പ്രോട്ടോകോൾ ടു ഓണം സെലിബ്രേഷൻ. ഗവൺമെൻറ് ഓണം സെലിബ്രേഷന് കോവിഡ് പ്രോട്ടോകോൾ ബാധകമാക്കും. ഫ്യൂച്ചർ ടെൻസാണ്. ഗവൺമെൻറ് വിൽ അപ്ലൈ കോവിഡ് പ്രോട്ടോകോൾ ടു ഓണം സെലിബ്രേഷൻ. അല്ലെങ്കിൽ കോവിഡ് പ്രോട്ടോകോൾ വിൽ ബി അപ്ലൈ ടു ഓണം സെലിബ്രേഷൻ. ഫ്യൂച്ചർ ടെൻസിൻ്റെ പാസീവ് വോയിസ്. ഇത് യാതൊരു അർത്ഥമില്ലാത്ത സെൻറ്റൻസ് പത്രക്കാർക്ക് മാത്രം ഉപയോഗിക്കാം. പത്രത്തിൻ്റെ ഹെഡിങ്, ഇംഗ്ലീഷ് പത്രത്തിൻ്റെ ഹെഡിങ്ങിൽ ഉപയോഗിക്കാം, തെറ്റില്ല, അവർക്ക് ഉപയോഗിക്കാം. അല്ലാതെ തെറ്റ് സർക്കാരിൽ ഫയലിലൊക്കെ ഉപയോഗിച്ചാൽ തെറ്റാണ്, അർത്ഥമില്ല, മീനിങ്ലെസ് സെൻറ്റൻസാണിത്. അതിവിടെ നോക്കൂ, ഇംഗ്ലീഷ് പത്രത്തിൽ വന്ന് വേറൊരു വാർത്തയാണ്. യൂണിറ്റ് സെക്രട്ടറി സസ്പെൻഡഡ്. ഇങ്ങനെ ചുമ്മാ എഴുതിയാൽ പത്രത്തിന് എഴുതാം. ഞാൻ ആൾറെഡി പറഞ്ഞു കഴിഞ്ഞു. യൂണിറ്റ് സെക്രട്ടറി സസ്പെൻഡ് എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം യൂണിറ്റ് സെക്രട്ടറി ആരെയോ സസ്പെൻഡ് ചെയ്തു. യൂണിറ്റ് സെക്രട്ടറി വലിയൊരാളാണ്, അധികാരമുള്ള ആളാണ്, അയാൾ ആരെയോ സസ്പെൻഡ് ചെയ്തു എന്നാണ് ഈ സെൻറ്റൻസിൻ്റെ അർത്ഥം. പക്ഷേ യഥാർത്ഥ ഉദ്ദേശിക്കുന്ന അർത്ഥം അതല്ല. യൂണിറ്റ് സെക്രട്ടറി ഹാസ് ബീൻ സസ്പെൻഡഡ്. യൂണിറ്റ് സെക്രട്ടറിയെ സസ്പെൻഡ് ചെയ്തു, വേറെ ആരോ, അയാളുടെ മുകളിലുള്ള ഓഫീസർ, മുകളിലുള്ള സെക്രട്ടറി, പാർട്ടി സെക്രട്ടറി. അവിടെ യൂണിറ്റ് സെക്രട്ടറി സസ്പെൻഡഡ് എന്ന് പറഞ്ഞാൽ സെൻറ്റൻസിന് മീനിങ്ലെസ് അല്ല, അർത്ഥമില്ല. ഇവിടെ പറഞ്ഞ പോലെ അർത്ഥമില്ലാതാവില്ല, അർത്ഥമുണ്ട്. യൂണിറ്റ് സെക്രട്ടറി ആരെയോ സസ്പെൻഡ് ചെയ്തു, അവിടെ ഉദ്ദേശിച്ചതല്ല. യൂണിറ്റ് സെക്രട്ടറിയെ വേറെ ആരോ സസ്പെൻഡ് ചെയ്തു. അപ്പോൾ എങ്ങനെ പറയും? യൂണിറ്റ് സെക്രട്ടറി ഹാസ് ബീൻ സസ്പെൻഡഡ്. പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൻ്റെ പാസീവ് വോയിസ് ആണിത്. അല്ലെങ്കിൽ അത് ആക്റ്റീവായിട്ടും പറയാം. ദ പാർട്ടി സെക്രട്ടറി ഹാസ് സസ്പെൻഡഡ് ദ യൂണിറ്റ് സെക്രട്ടറി. ദ പാർട്ടി സെക്രട്ടറി ഹാസ് സസ്പെൻഡഡ് ദ യൂണിറ്റ് സെക്രട്ടറി. അത് പ്രസൻറ്റ് പെർഫെക്റ്റിൻ്റെ ആക്റ്റീവ് വോയിസ് ആണ്. ഇത് ആക്റ്റീവ് വോയിസ്, ഇത് പാസീവ് വോയിസ് ആണ്. മനസ്സിലായോ? പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് രണ്ടും. പാർട്ടി സെക്രട്ടറി യൂണിറ്റ് സെക്രട്ടറി സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്, ഇപ്പം ചെയ്തു, അതാണ് ഹാസ് സസ്പെൻഡഡ് എന്ന് പറയുന്നത്. ഇത് ആക്റ്റീവിൽ ദ പാർട്ടി സെക്രട്ടറി ഹാസ് സസ്പെൻഡഡ് ദ യൂണിറ്റ് സെക്രട്ടറി. അല്ലെങ്കിൽ ആക്റ്റീവിൽ, പാസീവ് വരുമ്പോൾ യൂണിറ്റ് സെക്രട്ടറി ഹാസ് ബീൻ സസ്പെൻഡഡ് ബൈ ദി പാർട്ടി സെക്രട്ടറി. അത് വേണ്ട, അണ്ടർസ്റ്റുഡാണ്. യൂണിറ്റ് സെക്രട്ടറി ഹാസ് ബീൻ സസ്പെൻഡഡ് മതി. പിന്നെ ഇനി ഒരു കാര്യം കൂടെ പറയാം. സർക്കാർ കത്തിടപാടുകൾ സസ്പെൻഡഡ് എന്ന് പറയില്ല, പ്ലേസ്ഡ് അണ്ടർ സസ്പെൻഷൻ എന്നേ പറയുള്ളൂ. സർക്കാരിലാണെങ്കിൽ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വാസ് സസ്പെൻഡഡ് എന്ന് പറയില്ല, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വാസ് പ്ലേസ്ഡ് അണ്ടർ സസ്പെൻഷൻ. ഈ സസ്പെൻഡഡ് എന്ന് പറയുമ്പോൾ തൂക്കിയിട്ടിരിക്കുന്നു എന്നുള്ള അർത്ഥം വരും. അതുകൊണ്ടായിരിക്കും സർക്കാർ കത്തിടപാടുകളുടെ സർക്കാർ കറസ്പോണ്ടൻസിൽ സർക്കാർ ഒരാളെ സസ്പെൻഡ് ചെയ്താൽ ഹീ ഈസ് പ്ലേസ്ഡ് അണ്ടർ സസ്പെൻഷൻ, ഹീ ഈസ് സസ്പെൻഡഡ് എന്നോ ഹീ ഹാസ് ബീൻ സസ്പെൻഡഡ് എന്നോ പറയില്ല. ഹീ ഈസ് പ്ലേസ്ഡ് അണ്ടർ സസ്പെൻഷൻ അല്ലെങ്കിൽ ഹീ ഹാസ് ബീൻ പ്ലേസ്ഡ് അണ്ടർ സസ്പെൻഷൻ. പ്ലേസ്ഡ് അണ്ടർ സസ്പെൻഷൻ എന്നേ പറയുള്ളൂ. ഇനി ഈ പാർട്ടി യൂണിറ്റ് സെക്രട്ടറി സസ്പെൻഡ് ചെയ്ത് എന്തിനാണെന്ന് നോക്കൂ. അത് ഇതുമായിട്ട് ബന്ധമുള്ളതല്ല. എന്നാലും ഞാൻ ഒരു പുതിയ വാക്ക് നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി. സൈഫണ്ട് ഓഫ് ഫുഡ് മെറ്റീരിയൽസ് ഫ്രം ദ റിലീഫ് ക്യാമ്പ്. ഈ പാർട്ടി സെക്രട്ടറി യൂണിറ്റ് സെക്രട്ടറി സസ്പെൻഡ് ചെയ്ത് എന്തിനാണ്? ഹി സൈഫണ്ട് ഓഫ് ഫുഡ് മെറ്റീരിയൽസ് ഫ്രം ദ റിലീഫ് ക്യാമ്പ്. റിലീഫ് ക്യാമ്പിൽ നിന്ന്, ദുരിതാശ്വാസ ക്യാമ്പിൽ നിന്നും ആഹാര സാധനങ്ങൾ സൈഫണ്ട് ഓഫ് ചെയ്തു. സൈഫണ്ട് ഓഫ് എന്ന് വെച്ചാൽ അടിച്ചു മാറ്റുക. സൈഫണ്ട് കഴിഞ്ഞ് ഓ ഡബിൾ എഫ്. ഇത് ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഓ ഡബിൾ എഫ് ആണ്. ഒ എഫ് എന്ന് പറഞ്ഞാൽ അർത്ഥം മാറിപ്പോകും. ഒ എഫ് എന്ന് പറഞ്ഞാൽ ഇന്നാരുടെ വക എന്നൊക്കെ പറയണം ഓഫ് ഉപയോഗിക്കുന്നത്. ദ നോവൽ ഓഫ് എം ഡി വസുദേവൻ നായർ, ദ സിനിമ ഓഫ് മോഹൻലാൽ, ഓഫ്, അത് ഒ എഫ് ആണ്. അത് ഇൻ്റെ ഉടേ എന്നൊക്കെയുള്ള അർത്ഥം വരും. പൊസസീവ് കേസ് സൂചിപ്പിക്കുന്നതാണ്. പക്ഷേ രണ്ട് ഓഫ് വന്നാൽ ദൂരെ എന്നാണ് അർത്ഥം, അടിച്ചു മാറ്റി ദൂരെ കൊണ്ടുപോയി. രണ്ട് ഓഫും ഒരു ഓഫും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കിക്കോണം. സൈഫണ്ട് ഓഫ് എന്ന വാക്കിൻ്റെ അർത്ഥം അടിച്ചു മാറ്റുക അല്ലെങ്കിൽ വകമാറ്റി ചിലവാക്കുക എന്നാണ്. അടിച്ചു മാറ്റി, വകമാറ്റി ചിലവാക്കി. ഇവിടെ വകമാറ്റിയല്ല, പിന്നെ ഫണ്ട് വകമാറ്റി ചിലവാക്കിയത് ഫണ്ട് വാസ് സൈഫണ്ട് ഓഫ് എന്ന് പറയാം. ഇവിടെ വകമാറ്റി ചിലവാക്കിയതല്ല, ഫുഡ് മെറ്റീരിയൽസ് അടിച്ചുകൊണ്ട് പോയി, അതാണ് സൈഫണ്ട് ഓഫ്. അപ്പോൾ ഈ ഇവിടെ ഞാൻ ഇത്രയും എടുത്ത് പറയാൻ കാരണം ഈ ഓഫിൻ്റെയും മറ്റേ ഓഫിൻ്റെയും തമ്മിലുള്ള വ്യത്യാസം. ഒന്ന് എൻ്റെ കൂടെ എന്നൊക്കെയുള്ള അർത്ഥമാണ്, രാമൻ്റെ, കൃഷ്ണൻ്റെ, സീതയുടെ, അതാണ് ഓഫ്, ഒ എഫ്. ഈ ഒ എഫ് എഫ് ഓഫ് എന്ന് പറഞ്ഞ പ്രൊണൗൺസിയേഷൻ ഒരുപോലെയാണ്, രണ്ടും അർത്ഥം വ്യത്യാസമുണ്ട്. പിന്നെ ഇവിടെ ഈ മെറ്റീരിയൽസ് എല്ലാവരും തെറ്റിക്കുന്ന ഒരു വാക്കാണ്, അതുകൊണ്ടാണ് ഞാൻ അത് പറഞ്ഞത്. എല്ലാവരും METE എന്ന് എഴുതുന്ന കാണാറുണ്ട്, മെറ്റീരിയൽസിന് ME എഴുതാറുണ്ട്, അത് മെറ്റീരിയൽസാണ്. പിന്നെ റിലീഫിന് RELEI എഴുതാറുണ്ട്, അത് ഒക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. റിലീഫ് എന്ന് പറയുമ്പോൾ RELIF ആണ്. അതേസമയം റിസീവ് എന്ന് പറഞ്ഞാൽ RECEI ആണ്, IEEI. അത് നമുക്ക് വേറെ ക്ലാസ്സിൽ പഠിപ്പിക്കാം. റിലീവ് ആണെങ്കിൽ IE വരും, റിസീവ് ആണെങ്കിൽ EI വരും, സി വന്നാൽ EI വരും. റിസീവ് RECEIVE, റിലീവ്
LIEV. എല്ലിൻ്റെ കൂടെ IE വരുള്ളൂ. എല്ലിൻ്റെ കൂടെ IE, സിയുടെ കൂടെ EI. ആ ഒരു വ്യത്യാസമൊക്കെ ഒന്ന് ഓർമ്മിച്ച് വെച്ചോണം. അതൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്. അതായത് കണ്ടോ, സെലിബ്രേഷൻ്റെ സ്പെല്ലിങ് ഇതാണ്. ചിലർ CELEBRA എന്നൊക്കെ എഴുതും. സെലിബ്രേഷനാണ് ശരിക്കുള്ള സ്പെല്ലിങ്. ഒരുപാട് പേര് CELEBRATIONS എന്നൊക്കെ എഴുതാറുണ്ട്. അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോണം സ്പെല്ലിങ് എഴുതുമ്പോൾ. സ്പെല്ലിങ്ങിന് വേറെ ക്ലാസ് എടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സർക്കാർ കത്തിടപാടുകളിൽ വ്യാപകമായിട്ട് വരുന്നൊരു തെറ്റ് ഞാനിവിടെ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നു. മിക്കവാറും എഴുതി വരുന്ന ഇങ്ങനെ കണ്ടിട്ടുണ്ട്. ദ ലെറ്റർ റിസീവ്ഡ് ഫ്രം ദ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഈസ് സെൻഡിങ് ഹിയർ വിത്ത്. ഇങ്ങനെ എഴുതും. അല്ലെങ്കിൽ ദ റിപ്പോർട്ട് റിസീവ്ഡ് ഫ്രം ദ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഈസ് സെൻഡിങ് ഹിയർ വിത്ത്. അല്ലെങ്കിൽ ദ പ്രോജക്ട് റിപ്പോർട്ട് റിസീവ്ഡ് ഫ്രം ദ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഈസ് സെൻഡിങ് ഹിയർ വിത്ത്. എന്തെങ്കിലും ഒരു എക്സിക്യൂട്ടീവ് എഞ്ചിനീയറിൽ നിന്ന് കിട്ടിയത് CF എഞ്ചിനീയർ എടുത്ത് ഗവൺമെൻറ്റിൽ അയക്കുമ്പോൾ ഇങ്ങനെ എഴുതാറുണ്ട്. ദ ലെറ്റർ അല്ലെങ്കിൽ റിപ്പോർട്ട് റിസീവ്ഡ് ഫ്രം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സൂപ്പർ എഞ്ചിനീയർ ഈസ് സെൻഡിങ് ഹിയർ വിത്ത്. നോ മീനിങ്. ഈ സെൻറ്റൻസിന് അർത്ഥമേ ഇല്ല. എന്തെന്ന് പറഞ്ഞാൽ ലെറ്റർ എന്ന് പറഞ്ഞ സാധനത്തിന് ജീവനില്ല, കൈയും കാലും ഇല്ല, അതിനൊന്നും അയക്കാൻ പറ്റില്ല. ലെറ്റർ എന്ന് പറഞ്ഞ സാധനത്തിന് ജീവനില്ല, തലച്ചോറില്ല, കൈകാലുകളില്ല. അതുകൊണ്ട് ആ സാധനത്തിന് അയക്കാൻ പറ്റില്ല. ലെറ്റർ ഈ സെൻഡിങ് എന്ന് പറഞ്ഞാൽ എന്തർത്ഥം? ലെറ്ററിനൊന്നും സെൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എഴുതേണ്ട എങ്ങനെയാണ്? ഐ ആം സെൻഡിങ് ഹിയർ വിത്ത് ദ ലെറ്റർ റിസീവ്ഡ് ഫ്രം ദ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ. എക്സിക്യൂട്ടീവ് എഞ്ചിനീയറിൽ നിന്ന് കിട്ടിയ ലെറ്ററിനെ ഞാൻ ഇതാ എടുത്ത് അങ്ങോട്ട് അയക്കുന്നു, ഗവൺമെൻറ്റിലേക്ക് അയക്കുന്നു. അത് ആക്റ്റീവ് വോയിസ് ആണ്. ഏത്? പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് നമ്മൾ പഠിച്ചു. അതിൻ്റെ ആക്റ്റീവ് വോയിസ് ആണ്. ഐ ആം സെൻഡിങ് ഹിയർ വിത്ത് ദ ലെറ്റർ റിസീവ്ഡ് ഫ്രം ദി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ. അത് പാസീവിലും പറയാം. ദ ലെറ്റർ റിസീവ്ഡ് ഫ്രം ദ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഈസ് ബീയിങ് സെൻഡ് ഹിയർ വിത്ത് എന്ന് പറയാം. അത് ഇതിൻ്റെ പാസീവ് വോയിസ് ആണ്. ദ ലെറ്റർ റിസീവ്ഡ് ഫ്രം ദ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഈസ് ബീയിങ് സെൻഡ്. SENT ആണ്, ഇവിടെ D ആണ്. കണ്ടോ? സെൻഡിങ്. സെൻഡ് പ്രസൻറ്റ് ടെൻസ് Dയും പാസ്റ്റ് ടെൻസ് Tയും. ഈ Dയും Tയും മാറി ഉപയോഗിക്കുന്നത് ഒരു 100 തവണയെങ്കിലും ഞാൻ കണ്ടിട്ടുണ്ട്. ഇവിടെ SENDING ആണ് ഉപയോഗിക്കേണ്ടത്. ഇവിടെ SENT ആണ്, T. അതൊക്കെ ശ്രദ്ധിക്കണം. ദ ലെറ്റർ റിസീവ്ഡ് ഫ്രം ദ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഈസ് ബീയിങ് സെൻഡ് ഹിയർ വിത്ത്. കറക്റ്റ് ഇംഗ്ലീഷാണ്. പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൻ്റെ പാസീവ് വോയിസ് ആണ്. ഇത് പ്രസൻറ്റ് കണ്ടിന്യൂസ് അതിൻ്റെ ആക്റ്റീവ് വോയിസ് ആണ്. പ്രസൻറ്റ് കണ്ടിന്യൂസിൻ്റെ ആക്റ്റീവ് വോയിസ്. ഇത് യാതൊരു അർത്ഥവുമില്ലാത്തൊരു സെൻറ്റൻസുമാണ്. ഇത് നോക്കും, യാതൊരു അർത്ഥവുമില്ല. ഇത് രണ്ടിനും അർത്ഥമുണ്ട്. ഇത് ആക്റ്റീവ് വോയിസും ഇത് അതിൻ്റെ പാസീവ് വോയിസുമാണ്. ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. സർക്കാർ ഉദ്യോഗസ്ഥർ കത്തെഴുതുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. നേരത്തെ ഞാൻ പറഞ്ഞ ബീൻ കയറി വന്നപ്പോൾ അർത്ഥം തലവുത്തനായതുപോലെയൊക്കെ ഇത് അർത്ഥവും തലവുത്തനാകില്ല. പക്ഷേ ഇത് അർത്ഥമില്ലാത്ത സെൻറ്റൻസ് ആയിപ്പോകും. ഇന്ന് നമ്മൾ കറക്റ്റ് യൂസേജ് പഠിച്ചു. ഞാൻ ഇടയ്ക്ക് കൂടെ സ്പെല്ലിങ്ങിൻ്റെയും പറഞ്ഞു തന്നു. 1-2 വാക്കുകളും കൂടെ ഇവിടെ സ്പെല്ലിങ്ങിൻ്റെ ക്ലാസ് അല്ല, എന്നാലും 1-2 രസകരമായ വാക്കുകളും സ്പെല്ലിംഗ് ഒന്ന് പറഞ്ഞു പോകാം. സ്റ്റേഷനറി, നിങ്ങളെല്ലാം കാണുന്ന വാക്കാണ് സ്റ്റേഷനറി. 2 തരം സ്റ്റേഷനറി ഉണ്ട്. ഒന്ന് STATIO NARY NERY ഉണ്ട്. NARY NERY അത് പലയിടത്തും തെറ്റിച്ചെഴുതുന്നത് കണ്ടിട്ടുണ്ട്. ഇന്ന് കേരളത്തിലുള്ള സഞ്ചരിച്ച് നോക്കിയാൽ സ്റ്റേഷനറി കടകളിലെല്ലാം സ്റ്റേഷനറി എഴുതി വെച്ചിരിക്കുന്നത് ARY ആണ്. ഒരു 50% കൂടുതൽ കടകളിലും സ്റ്റേഷനറി ഷോപ്പ് എന്ന് എഴുതുന്നത് STATIO NARY എന്ന് എഴുതും. അത് വലിയ തെറ്റാണ്. കാരണം അതിൻ്റെ അർത്ഥം തന്നെ ചലിക്കാത്തതാണ്. സ്റ്റേഷനറി എന്ന് പറഞ്ഞാൽ ചലിക്കാത്തതാണ് ARY ആണെങ്കിൽ. ഈ പേപ്പർ, പെൻസിൽ അങ്ങനെയുള്ള കടകളാണെങ്കിൽ സ്റ്റേഷനറി ERY വരണം. അത് എനിക്കൊരു സാറ് പറഞ്ഞു തന്ന ഒരു എളുപ്പ വഴി ഞാൻ കൂടെ പറഞ്ഞുതരാം. പേപ്പർ മറ്റുമൊക്കെ വിൽക്കുന്ന കടയാണെങ്കിൽ ER, പേപ്പർ PAPER അല്ലേ. അപ്പോൾ സ്റ്റേഷനറി കടയ്ക്ക് ER വരണം. സ്റ്റേഷനറി ARY എന്ന് പറഞ്ഞാൽ AR വരുന്ന സ്റ്റാർ ചലിക്കാത്ത വസ്തുവാണ്. ഒരു സ്ഥലത്ത് സ്ഥിരമായിട്ട് നിൽക്കുന്നതാണ് സ്റ്റാർ. അപ്പോൾ AR വന്നാൽ ചലിക്കാത്ത വസ്തു, സ്റ്റേഷനറി. സൺ ഈസ് എ സ്റ്റേഷനറി ബോഡി എന്ന് പറയില്ലേ, ചലിക്കാതെ നിൽക്കുന്നത്. അപ്പോൾ എനിക്ക് ആ സാറ് പറഞ്ഞു തന്നത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഈ പേപ്പർ ER സ്റ്റേഷനറി, ചലിക്കാത്ത സ്റ്റാർ AR സ്റ്റേഷനറി ചലിക്കാത്തത്. അപ്പം കടകളിലൊക്കെ സ്റ്റേഷനറി ERY എഴുതാവും, സ്റ്റേഷനറി ARY എഴുതി കണ്ടിട്ടുണ്ടോ? തെറ്റാണ്. പിന്നെ അക്കോമഡേഷൻ ധാരാളം പേര് തെറ്റിക്കുന്നൊരു വാക്കാണ് അക്കോമഡേഷൻ. ACCOMMODATION അക്കോമഡേഷൻ. 2 C ഉണ്ട്, 2 M ഉണ്ട്. ഒരു 90% ആളുകളും തെറ്റിക്കുന്ന വാക്കാണ് അക്കോമഡേഷൻ. അത് ഇന്ന് സ്പെല്ലിംഗ് ക്ലാസ് അല്ല, എന്നാലും 2 വാക്ക് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അക്കോമഡേഷൻ എഴുതുമ്പോൾ ACCOMMODATION എന്ന് എഴുതണം. ACCOMMODATION. ഒക്കെ നമുക്ക് സ്പെല്ലിംഗ് ക്ലാസ് വേറെ ഒന്ന് എടുക്കാം.
ഇപ്പോൾ 2 എണ്ണം വെറുതെ ഒരു കൗതുകത്തിന് വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും കറക്റ്റ് യൂസേജ് ധാരാളമുണ്ട്. ഇനി ഫർദർ ക്ലാസ്സുകളിൽ ടാഗ്, എഗ്രിമെൻറ്റ് വിത്ത് സബ്ജക്റ്റ്, അങ്ങനെ പ്ലൂറലും സിംഗിളും വന്നാൽ എങ്ങനെ എഴുതണം, പിന്നെ ടാഗ് ക്വസ്റ്റ്യൻസ്, അങ്ങനെ ഒരുപാടുണ്ട്. ഒരുപാട് പഠിക്കാനുണ്ട് ഇംഗ്ലീഷിൽ. ആ ക്ലാസ്സുകളെല്ലാം ഫർദർ ക്ലാസ്സുകളിൽ ഞാൻ നിങ്ങൾക്ക് എന്നാൽ കഴിയുന്നിടത്തോളം വിധം പറഞ്ഞു തരാമെന്ന് വിചാരിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും നന്മയും ഈശ്വരാനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.